സ്വാഗതം. സയന ടാരോക്കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് ഏഞ്ചൽസും ആൻസസ്റ്റേഴ്സിനും താങ്കളോട് പറയാനുള്ളത് എന്നറിയാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഏഞ്ചൽസ്, പ്രിയപ്പെട്ട ആൻസസ്റ്റേഴ്സ്, എന്താണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാണുന്ന വ്യക്തിക്ക് അവരറിയണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണ് ഏഞ്ചൽസും ആൻസസ്റ്റേഴ്സും താങ്കളോട് കാർഡുകളിലൂടെ പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആദ്യ സന്ദേശം എന്നുള്ളത്. ആദ്യ സന്ദേശം എന്ന് പറയുന്നത് വൈറ്റ് വിച്ച് എന്ന് പറയുന്ന കാർഡാണ്. ബി ദ ലൈറ്റ് എന്ന് പറയുന്ന കാർഡാണ്. നമുക്ക് 3 സന്ദേശങ്ങൾ എടുത്തിട്ട് ചേർത്ത് വായിക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എർത്ത് മദർ, ഫീൽ ലൗഡ് ആൻഡ് കംഫർട്ടഡ് എന്ന് പറയുന്ന കാർഡാണ്. 3 എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ലോർഡ് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ 3 സന്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യ സന്ദേശം എന്ന് പറയുന്നത് ബി ദ ലൈറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഒരു വെളിച്ചമാകൂ എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നെന്ന് നോക്കി നിൽക്കാതെ സ്വയം പല കാര്യങ്ങളും മുന്നിട്ട് ഇറങ്ങി മറ്റുള്ളവർക്കൊരു മാതൃകയാവുക, മറ്റുള്ളവർക്കൊരു വെളിച്ചമാവുക, മറ്റുള്ളവർക്കൊരു പ്രകാശമാവുക എന്നാണ് പറയുന്നത്. അതായത് താങ്കളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകാശത്തെ കണ്ടെത്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ആദ്യത്തെ കാർഡ് പറയുമ്പോൾ, രണ്ടാമത്തെ കാർഡ് ഫീൽ ലൗഡ് ആൻഡ് കംഫർട്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ സ്നേഹത്തിലും എല്ലാ കംഫർട്ടിനും താങ്കൾ അർഹനാണ്. അത് സ്വയം അനുഭവിക്കൂ. ഫീൽ ദ ലവ്. ഇപ്പോൾ നമുക്ക് ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ ഇതിൽ നമ്മൾ കംഫർട്ട് ആയിരിക്കുക, അത് ഫീൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ലവ് എപ്പോഴും ഫീൽ ചെയ്യാനുള്ളതാണ്. 3 എന്ന് പറയുന്നത് അതിനുശേഷം നാം എന്ത് ചെയ്യണം? ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്നാണ്. അധികാരത്തോടു കൂടി നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇത് കടിഞ്ഞാണെടുക്കുക. മറ്റൊരാൾ നമ്മളെ രക്ഷിക്കുമെന്ന് കാത്തു നിൽക്കാതെ സ്വന്തം ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ സന്ദേശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെളിച്ചമാകൂ, അതേപോലെ സ്നേഹം ഫീൽ ചെയ്യൂ, അധികാരത്തോടു കൂടി സ്വന്തം ജീവിതം കയ്യിലെടുക്കൂ എന്നാണ് പറയുന്നത്. വളരെ പവർഫുള്ളായ സന്ദേശമാണ്. താങ്കൾക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.